കിഴക്കുതിച്ചൊരു ചെമന്നപ്പഴമേ നീ താനേ സാക്ഷി. ഈ മണ്ണിലെ ജീവനും ജീവിതത്തിനും കിഴക്കുതിച്ചൊരു ചെമന്നപ്പഴമേ നീ താനേ സാക്ഷി. ഈ മണ്ണിലെ ജീവനും ജീവിതത്തിനും ഇലയിലെ അന്നം നിറച്ചവനേ, ഇലയിലെ അന്നം നിറച്ചവനേ, തൊലിയിലെ ഉയിരു കൊടുത്തവനേ, ഇലയിലെ അന്നം നിറച്ചവനേ, തൊലിയിലെ ഉയിരു കൊടുത്തവനേ, കാലവും നേരവും ചമച്ചവനേ, കാലവും നേരവും ചമച്ചവനേ, പുഴകളും തൊടികളും നിറച്ചവനേ, പുഴകളും തൊടികളും നിറച്ചവനേ, ഭൂമി മക്കൾ ഞങ്ങളുടെ മുത്തച്ഛനേ, ഭൂമി മക്കൾ ഞങ്ങളുടെ മുത്തച്ഛനേ, ഈ മണ്ണിലേക്ക് വെട്ടമെറിഞ്ഞവനേ, ഈ മണ്ണിലേക്ക് വെട്ടമെറിഞ്ഞവനേ, ചെമന്ന പഴമേ ചെമന്ന പഴമേ സൂര്യനേ, ചെമന്ന പഴമേ ചെമന്ന പഴമേ സാക്ഷിനിയേ, കിഴക്കുതിച്ചൊരു ചെമന്ന പഴമേ സാക്ഷിനിയേ, കിഴക്കുതിച്ചൊരു ചെമന്ന പഴമേ സാക്ഷിനിയേ. മാമലക്കൂട്ടത്തിൻ പിന്നില് നിന്ന് എത്തി നോക്കുന്നവനേ, മാമലക്കൂട്ടത്തിൻ പിന്നില് നിന്ന് എത്തി നോക്കുന്നവനേ, മാമരക്കൊമ്പിന്റെ ചില്ലയിലൂടെ, മാമരക്കൊമ്പിന്റെ ചില്ലയിലൂടെ പുളിയമ്പെരിയോനേ, മാമരക്കൊമ്പിന്റെ ചില്ലയിലൂടെ പുളിയമ്പെരിയോനേ, ഉച്ചയൂണിന്നേരം ഉച്ചിമേൽ വന്നിട്ട് ഉച്ചി വറുക്കുന്നോനേ, ഉച്ചയൂണിന്നേരം ഉച്ചിമേൽ വന്നിട്ട് ഉച്ചി വറുക്കുന്നോനേ, ഉച്ചമയങ്ങുന്നേരം ചെമ്പഴമായിട്ട് ചോപ്പ് പരത്തുന്നവനേ, ഉച്ചമയങ്ങുന്നേരം ചെമ്പഴമായിട്ട് ചോപ്പ് പരത്തുന്നവനേ, വൻകടലക്കരെ മുങ്ങിക്കിടന്ന് രാവ് തരുന്നവനേ, വൻകടലക്കരെ മുങ്ങിക്കിടന്ന് രാവ് തരുന്നവനേ, രാവായാൽ കാണണ അമ്പിളി കുഞ്ഞിന് വെട്ടം കൊടുക്കുവോനേ, രാവായാൽ കാണണ അമ്പിളി കുഞ്ഞിന് വെട്ടം കൊടുക്കുവോനേ, ചെമ്പഴമേ എന്റെ ചെമ്പഴമേ സൂര്യനേ, ചെമ്പഴമേ എന്റെ ചെമ്പഴമേ സാക്ഷി നീയേ, സാക്ഷി നീയേ, സൂര്യനേ, കിഴക്കുതിച്ചൊരു സൂര്യനേ സാക്ഷി നീയേ, കിഴ
കിഴക്കുദിച്ചൊരു ചെമ്പഴമേ സാക്ഷി നീയേ, സാക്ഷി നീയേ, സാക്ഷി നീയേ. നമസ്കാരം. ഒരു കലാകാരനാണ്. പാട്ടും കഥയും നാടകവും ഒക്കെയായി ഇങ്ങനെ ലോകം ചുറ്റുന്ന ഒരു പാവം കഥാകാരൻ. എൻ്റെ പേര് പ്രപഞ്ചൻ. ഇതെന്റെ തത്തപ്പെണ്ണിന്റെ കൂടാണ്. അവളുടെ പേര് പ്രകൃതി എന്ന. ഇതെന്താണിപ്പൊ കാലിക്കൂട്? അപ്പൊ കിളി എവിടെ? ഇതല്ലേ നിങ്ങളുടെ സംശയം? പറയാം. ഞാനേ സാധാരണയായി അവളെ കൂട്ടിലടച്ചിട്ട് വളർത്താറാ പതിവ്. പുറത്തോട്ട് എങ്ങും പോകാൻ വിടാറില്ല. എന്നും കൂട്ടിനകത്ത് തന്നെ. ഞാനിങ്ങനെ കഥകൾ പാടി നടക്കും. ഓരോ കഥകൾ തേടിക്കൊണ്ടുവരും. ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കഥകൾ ഏറ്റുപാടുകയാണ് അവരുടെ പണി. അല്ലാതെ കിളിക്ക് അങ്ങനെ സ്വന്തമായി കഥയുണ്ടാക്കി പറയേണ്ട കാര്യമൊന്നുമില്ല എന്നായിരുന്നു എൻ്റെ ചിന്ത. അങ്ങനെ കുറേ കാലം അവൾ ഈ കൂട്ടിനകത്ത് തന്നെ കിടന്നു. ഒരു ദിവസം എൻ്റെ കിളി എന്നോട് ഒരു കാര്യം, ഞാനൊന്നും അല്ലാതായി. എന്തടി കിളിയെ? സദാ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന് എല്ലാ മുക്കിലും മൂലയിലും പോയി കഥ പറയാൻ ഇടമുണ്ട്. എന്നാൽ എനിക്കോ എന്റെ ലോകം ഈ കൂടല്ലേ. ഇത് വളരുന്നുമില്ല, വികസിക്കുന്നുമില്ല. എന്നെ പോലെ കൂട്ടിലടക്കപ്പെട്ട കിളികൾക്ക് പുറത്തെങ്ങും പോയി കഥ പറയാനും പറ്റില്ല. നീ കൊണ്ടുവരുന്ന കഥകൾ ഇങ്ങനെ ഏറ്റുപാടുക, സ്വന്തമായി കഥയുണ്ടാക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. ഞാനൊന്ന് സ്തംഭിച്ചു. പ്രകാശത്തെക്കാൾ വേഗത്തിൽ എന്തോ എന്റെ ഉള്ളിലൂടെ പറഞ്ഞു. ശരിയാ, എന്റെ തത്തക്കിളി പറഞ്ഞത് വളരെ ശരിയാ. പ്രകൃതിയുടെ നിയമമാ പക്ഷികൾ പറക്കണമെന്നത്. പ്രകൃതിക്കിളിയെ പ്രകൃതി വിരുദ്ധമായി കൂട്ടിലടച്ച ഞാനൊരു തെറ്റായിരുന്നു. കൂടുതൽ ഒന്നും ആലോചിച്ചില്ല. കൂട് തുറന്ന് ഞാൻ എൻ്റെ കിളിയെ പറത്തി വിട്ടു. പക്ഷേ അവൾ എന്നും വരും. ഓരോ ദിവസവും നാട് മുഴുവൻ പറന്ന് കഥമണികൾ ഓരോന്ന് കൊത്തിയെടുത്ത് തിരികെ വീട്ടിൽ വരും. വൈകിട്ട് ഞാൻ ആ കഥകളെല്ലാം കേൾക്കും. എന്നിട്ട് അതെല്ലാം തുന്നിച്ചേർത്ത് വലിയ കഥകളാക്കി നാട് മുഴുവൻ ഇങ്ങനെ പാടി പാടി നടക്കും. അതാണ് എൻ്റെ ജോലി. നമുക്ക് തുടങ്ങിയാലോ? ഞാൻ ഇന്ന് 2 പേരെ കുറിച്ചുള്ള കഥ പറയാനാ വന്നേക്കുന്നേ. ആദ്യത്തേത് നമ്മുടെ ഭൂമി. ഈ ഭൂമി എന്ന് പറയുമ്പോൾ ആരാ എന്താണെന്ന് സംശയമില്ലല്ലോ. നമ്മളൊക്കെ സുഖിച്ചു വാഴുന്ന നമ്മുടെ ഭൂമി തന്നെ. ഈ ഭൂമിയെ കുറിച്ച് ചിലത് പറയാനുണ്ട്. രണ്ടാമത്തേത് ഭൂമിയുടെ അച്ഛനായ സൂര്യൻ. നമ്മെ കാത്തു പരിപാലിക്കുന്ന നമ്മുടെ സ്വന്തം സൂര്യൻ. നാം കാണുന്ന നമ്മളുടെ സൂര്യൻ. തുടങ്ങിയാലോ? ഭൂമിയിൽ എന്തുണ്ട് എന്തുണ്ട്, ഭൂമിയിൽ എന്തുണ്ട് എന്തുണ്ട്, കാടുണ്ട്, കടലുണ്ട്, കരയുണ്ട്, പിന്നെയും എന്തുണ്ട് എന്തുണ്ട്, ഭൂമിയിൽ എന്തുണ്ട് എന്തുണ്ട്, പുഴയുണ്ട്, വയലുണ്ട്, കായലുണ്ട്. ഭൂമിയിൽ എന്തുണ്ട് എന്തുണ്ട്, കാറ്റുണ്ട്, നല്ല മഴയുണ്ട്, മഞ്ഞുണ്ട്, നല്ല വെയിലുണ്ട്, ഭൂമിയിൽ എന്തുണ്ട് എന്തുണ്ട്. ഇനി നിങ്ങൾ പറഞ്ഞത് നമ്മുടെ ഭൂമിയിൽ എന്തുണ്ട് പറയാം. ആർക്ക് വേണമെങ്കിലും പറയാം. ഭൂമിയിൽ മറ്റെന്തെല്ലാം ഉണ്ട്? വെള്ളമുണ്ട്. വെള്ളമുണ്ട്. വെള്ളമുള്ളത് കൊണ്ട് പുഴയുണ്ട്.
പക്ഷികളുണ്ട്. ആഹാ. പിന്നെ മനുഷ്യരുണ്ട്. മനുഷ്യരുണ്ട്. അതാണ്. ആ പിന്നെ എന്താ? മരങ്ങളുണ്ട്. മരങ്ങളുള്ളത് കൊണ്ട് കാടുണ്ട്, കാറ്റുണ്ട്, മൃഗങ്ങളുണ്ട്, പലവിധ മൃഗങ്ങളുണ്ട് കാട്ടിൽ. ഈ മഴകൾ പലതരമാണ്. ചാറ്റൽ മഴ, കുഞ്ഞു കുഞ്ഞു പൊടിമഴ, പിന്നെ സാധാരണ മഴ, പിന്നെ പേമാരി, മഞ്ഞ് മഴ, തലപൊളിക്കുന്ന ആലിപ്പഴ മഴ, നല്ല വേദനയാണ്. പിന്നെയോ മലകൾ പലതരം. പാറമല, കാടുമല, മഞ്ഞമല, തീമല, തുപ്പമല. മലയിൽ വിരിയും പുഴകൾ. പുഴകളോ നേരെ കടലിലേക്ക്. കാട്ടിലോ പലവിധ ജന്തുക്കൾ. മണ്ണിൽ പുഴുക്കൾ, പാമ്പുകൾ, തവളകൾ, ചറുതുറ കുറേ ചെറു ജീവികൾ. പിന്നെ നാൽക്കാലികളോ, അയ്യോ, ആനയുണ്ട്, ആടുണ്ട്, ഓടുന്ന പുലിയുണ്ട്, കടുവയുണ്ട്, കരടിയുണ്ട്, കുതിരയുണ്ട്, മാനുണ്ട്, മയിലുണ്ട്, മയിൽ പക്ഷിയാണേ, മുയലുണ്ട്, പറക്കുന്ന കിളികൾ ഒരുപാട്. ആകാശത്ത് മേഘങ്ങളും. ഇങ്ങനെയെല്ലാം ഇരിക്കുന്ന നമ്മുടെ ഭൂമി. മരുഭൂമിയിൽ ഒട്ടകം, മഞ്ഞിൽ പെൻഗ്വിനുകൾ, കടലിനടിയിലോ മീനുകൾ, തിമിംഗലങ്ങൾ, മറ്റു പല ചെറുജീവികൾ, പവിഴപ്പുറ്റുകൾ, പായലുകൾ, പൂപ്പലുകൾ, കക്കകൾ. ആഹാ, എന്റെ ഭൂമി, നീയൊരു സുന്ദരൻ തന്നെ. ഈ ഭൂമിയിലാണ് നമ്മൾ മനുഷ്യരെല്ലാം ഇങ്ങനെ സുഖിച്ച് ആഹ്ലാദിച്ച് രസിച്ച് കളിച്ച് ജീവിക്കുന്നത്. അല്ലെന്ന് അഭിപ്രായമുണ്ടോ? തീർച്ചയായും ഇല്ല. അപ്പൊ നമ്മുടെ ലോകമാണ് നമ്മുടെ ഈ ഭൂമി. ഇനി ഭൂമി മക്കളായ മനുഷ്യരോട് ഞാൻ ഈ ഭൂമിയെ പറ്റി കൂടുതൽ എന്ത് പറയാനാണ്? എങ്കിലും ഭൂമിയുടെ കഥ പറയാം. ഈ ഭൂമി ഏകദേശം ഒരു 400 കോടി വർഷങ്ങൾക്ക് മുൻപ് ഗോളമായി മാറ്റപ്പെട്ട, നമ്മിന്ന് കാണുന്ന നീലയും പച്ചയും മഞ്ഞയും എല്ലാ നിറങ്ങളും കൂടിച്ചേർന്ന സുന്ദരൻ ഭൂമിയൊന്നും അല്ല കേട്ടോ. അക്കാലത്ത് ചുട്ടു പഴുത്തൊരു ഗോളമായിരുന്നു നമ്മുടെ ഭൂമി. മുഴുവൻ ലാവയും മാഗ്മയും എല്ലാം നിറഞ്ഞ, വെള്ളം തിളച്ചു മറിയുന്ന ഒരു ഭൂഗോളം. നാം ഇന്ന് ഭൂമി എന്ന് പറയുമ്പോൾ കാണുന്ന സുന്ദരൻ ഭൂമിയേ അല്ലായിരുന്നു. അങ്ങനെ നിരന്തരമായ മാറ്റങ്ങൾക്ക് വിധേയമായി സൂര്യനിൽ നിന്ന് നിരന്തരമായി ചൂടേറ്റ് മറ്റ് ഗ്രഹങ്ങളിൽ നിന്നും വന്ന മഞ്ഞ് ഉരുകി വെള്ളമായി, വെള്ളത്തിൽ ജീവികൾ ജനിച്ച് ജീവികൾ പെറ്റുപെരുകി വലിയ ജീവികളായി, അതിലും വലിയ ജീവികളായി, അവ വീണ്ടും ചത്തൊടുങ്ങി, വീണ്ടും പുതിയ ജീവികൾ ജനിച്ച് അവ വലുതായി, അവ ചത്തൊടുങ്ങി, അങ്ങനെ 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 കോടാനുകോടി വർഷങ്ങൾ കഴിഞ്ഞാണ് നമ്മളെപ്പോലെ സുന്ദരന്മാരും സുന്ദരികളുമായ മനുഷ്യന്മാർ ഭൂമിയിലുണ്ടായത്. അപ്പോൾ നമുക്ക് മുന്നേ ഒരുപാട് ജീവികൾ ഇവിടെ ചത്തടിഞ്ഞു പോയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഭൂമിയുടെ കഥ. ഇപ്പോഴുള്ള ഭൂമിയിലാണ് നാം നേരത്തെ പറഞ്ഞതുപോലെ മഞ്ഞുണ്ട്, മഴയുണ്ട്, പുഴയുണ്ട്, കടലുണ്ട്. ആഹാ, സുന്ദരം, മനോഹരം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഭൂമി എന്ന വാക്ക് വരുന്ന, ഭൂമിയിൽ തുടങ്ങുന്ന കുറച്ച് വാക്കുകൾ നമുക്ക് പറഞ്ഞാലോ? ഒരു കളിയായിക്കോട്ടെ. തുടങ്ങാം. ഉദാഹരണത്തിന് ഭൂപടം, ഭൂലോകം. ഈ ഭൂ എന്ന് പറയുമ്പോൾ ഭൂ എന്നോ ഭൗ എന്നോ ഒക്കെ ആവാൻ കേട്ടോ. പിന്നെ ഭൗമം, ഭൂപ്രകൃതി. ഭൂപ്രകൃതി, ആഹാ, സുന്ദരം. പിന്നെ ഭൂകമ്പം, ഭൂഗോളം, ഭൂഗോളം. ഭൂപരിഷ്കരണം, ഭൂപരിഷ്കരണം. ചരിത്രകാര, സുന്ദര. ഭൂതലം, ഭൂതലം. ആ, പിന്നെ ഓരട്ടെ. ഭൂജലം, ഭൂജലം, ഭൂഗർഭം, ഭൂഗർഭം, ഭൂഗോളം. ഓ, ഗായിക, തീർച്ചയായും. പിന്നെ ഭൂമിശാസ്ത്രം, ഭൂമിശാസ്ത്രം, ശാസ്ത്രകാരൻ. ഭൂപ്രകൃതി, ആഹാ. ഭൂവാസികൾ. ഏതാ? ഭൂവാസികൾ. ഭൂവാസികൾ. നമ്മളും നാൽക്കാലികളും
ഒരുപാട് കാര്യങ്ങളും ഒക്കെ ചേരുന്ന ഭൂവാസികൾ. ഭൂമി മലയാളം. ഭൂമി മലയാളം. പിന്നെ ഭൂസ്വത്ത്. സ്വത്ത്. പിന്നെ ഇനിയുണ്ടല്ലോ ഭൂവിസ്തൃതി. ഭൂവിസ്തൃതി. വരട്ടെ വരട്ടെ. ഭൂമിശില. ഭൂമിശില അതായത് ഭൂമിയിലുണ്ടായ മല അല്ലെങ്കിൽ പാറ. പിന്നെ ഭൂതം. ഈ ഭൂതവും ഭൂമിയുമായിട്ട് നേരിട്ട് വരെ ബന്ധമൊന്നുമില്ല കേട്ടോ. ആരും പറയാത്ത രണ്ട് വാക്ക് ഞാൻ പറയട്ടെ. ഭൗമോപരിതലം. വലിയൊരു വാക്ക്. ഭൂമാന്തരീക്ഷം. ഭൗമാന്തരീക്ഷം. ശരിയാ ശരിയാ. പിന്നെ ഭൂമാഫിയ. ഭൂമാഫിയ. കണ്ടോ കണ്ടോ, യഥാർത്ഥത്തിലുള്ള ചില അതിങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ടോ. ഭൂമാഫിയ. അപ്പോൾ എന്തുണ്ട്? ഭൂമി കച്ചവടം. അങ്ങനെ അങ്ങനെ പോകുന്നു നമ്മുടെ ഭൂമി പുരാണം. പറഞ്ഞു തുടങ്ങിയാൽ ഇന്നൊന്നും തീർക്കാനേ പറ്റില്ല. എനിക്ക് എന്റെ കിളി മടങ്ങി വരുമ്പോഴേക്ക് തിരിച്ചു പോകാനുള്ളതാണ്. അപ്പൊ ഇങ്ങനെയെല്ലാമാണ് നമ്മുടെ ഭൂമി ഇന്ന് കാണുന്ന രീതിയിൽ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി പച്ചപ്പട്ട് വിരിച്ച് മുഖാഭാഗത്തോളം നീലമുണ്ടുടുത്ത് ഇങ്ങനെ രസിച്ചിരിക്കുന്നത്. അപ്പോ ഒരു ചോദ്യം. ഈ ചോദ്യം എന്റേതല്ല കേട്ടോ, എന്റെ കിളിയുടെയാ. ഒരു ദിവസമേ ഒരു സംഭവം ഉണ്ടായി. ഞാനിങ്ങനെ കിളിയെയും കാത്തിരിക്കുക. ഞങ്ങളുടെ പതിവ് എന്താണെന്നറിയാമോ? എല്ലാ ദിവസവും ഞാനിങ്ങനെ കാലത്തെ കഥ പറച്ചിലെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് വൈകിട്ട് ഇങ്ങനെ കാത്ത് കിടക്കും. എൻ്റെ പച്ചക്കിളി ദൂരെന്ന് പറന്ന് വന്ന് എൻ്റെ അടുത്ത് വന്നിരിക്കും. എന്നിട്ട് അവൾ തുടങ്ങി ഓരോ കഥകളായി എനിക്ക് ഇങ്ങനെ ഇട്ട് തരും. ഞാൻ ആ കഥകളെല്ലാം ചേർത്ത് വലിയൊരു കഥമാലയാക്കി പിറ്റേന്നത്തേക്ക് ഒരുങ്ങും. ഇതാണ് ഞങ്ങളുടെ പതിവ്. ഒരു ദിവസം എൻ്റെ പച്ചക്കിളി വരാനേറെ പോയി. ഞാൻ ഇങ്ങനെ കാത്തിരുന്നു. കിളിയേ, പ്രകൃതി കിളിയേ, എടിയേ. പച്ചക്കിളി എങ്ങോ പോയി. കാത്തിരുന്ന് മുഷിഞ്ഞു. സന്ധ്യ കഴിഞ്ഞപ്പോ അതാ ദൂരെ നിന്നും വാണം വിട്ട പോലെ വരുന്നു. നേരെ വന്ന് കൂട്ടനകത്തേക്ക് കയറി പിണങ്ങി ഒരു ഒറ്റ നിപ്പ. കഴുത്തും മടക്കി ഒറ്റ നിപ്പ. ഞാനങ്ങ് വല്ലാതായിപ്പോയി. പറന്നു വന്ന് കഥ പറയുന്ന കിളിക്ക് ഇന്ന് എന്ത് പറ്റി? അല്ലാത്തൊരു ഗൗരവം. ഒന്നും മിണ്ടുന്നുമില്ല. കിളി ഇങ്ങനെ ഒറ്റ നിൽക്കും. ഞാൻ ചോദിച്ചു, കിളിയെ, എന്താടി കിളിയെ, എന്ത് പറ്റി? എന്താ നിനക്കിത്ര ഗൗരവം? നീ എന്താ മിണ്ടാത്ത? കഥ ചൊല്ലടി. എടി കഥ ചൊല്ലടി കിളിയെ. അവൾ അനങ്ങി. ഒടുവിൽ ഞാൻ അവളെ, എന്റെ പ്രിയപ്പെട്ട കിളിയെ, ഞാൻ പാടി വിളിച്ചു. കൃതി ആകൃതി വികൃതി നീയൻ പൈങ്കിളി പ്രകൃതി കഥ ചൊല്ലിടുക തകൃതി നീ കഥ ചൊല്ലിടൻ കിളിയേ, കഥ ചൊല്ലു കിളിയേ. അങ്ങനെ പാടിയപ്പോ പൊതുവേ ചുവന്ന ചുണ്ട് ഒന്നുകൂടെ ചുവപ്പിച്ച് അവൾ എന്നെ തിരിഞ്ഞു നോക്കി. വിളിയ. ഞാനങ്ങ് വല്ലാതായി പോയി. പാടി വിളിച്ച കിളി എന്നെ നോക്കി ഒറ്റ വിളിയ. എന്താടി കിളിയേ? എങ്ങനെ? എനിക്കൊരു പിടിയും കിട്ടിയില്ല. ഈ മനുഷ്യന്മാരൊക്കെ എന്താ ഇങ്ങനെന്ന് കിളിയുടെ ചോദ്യം വന്നു. ഞാൻ ചോദിച്ചു, എന്തടി കിളിയെ, മനുഷ്യന്മാർക്ക് എന്താ കുഴപ്പം? ദൈവം എന്ന് പറഞ്ഞ എന്താ? ഇതാണ് കിളിയുടെ ചോദ്യം. ദൈവവുമായി ബന്ധപ്പെട്ട് അവൾ മുഷിഞ്ഞിരിക്കുക. എന്താ കാര്യമെന്ന് എനിക്ക് പിടികിട്ടിയതേ. ഞാൻ ചോദിച്ചു, എന്താ കിളിയെ,
ദൈവം എന്ന് പറഞ്ഞാൽ നമ്മളെ കാക്കുന്ന, നമ്മളെ പരിപാലിക്കുന്ന, നമുക്ക് ചൂട് തരുന്ന, ജീവിക്കാൻ ഊർജം തരുന്ന, നമുക്ക് അന്നം തരുന്ന, നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി. വിശ്വസിക്കാമെങ്കിൽ അങ്ങനെയൊക്കെ വിശ്വസിക്കാം. ഇനി കൂടുതൽ അഭിപ്രായം വല്ലതും ഉണ്ടെങ്കിൽ പറയാവുന്നതാണ് കേട്ടോ. എനിക്ക് ദൈവം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാ. ഉടനെ അവൾ വീണ്ടും ചോദിച്ചു, എന്റെ ദൈവം ഏതാ, എങ്ങനാ, എവിടെ? എനിക്കൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, അന്നും ഇന്നും എന്നും. എനിക്ക് ചൂട് തന്ന്, എനിക്ക് അന്നം തന്ന്, എന്നെ ഓരോ ദിവസവും ഉണർത്തി, എന്നെ ഉറക്കി, എനിക്ക് മഴ തന്ന്, എനിക്ക് ചെടികളും പൂക്കളും ഒക്കെ തന്ന്, എൻ്റെ ഭൂമിയെ, ഞാൻ ജീവിക്കുന്ന എൻ്റെ ഭൂമിയെ താലോലിച്ച് അതിലേക്ക് പിടിച്ചു നിർത്തി ഇങ്ങനെ പരിപാലിച്ചു പോരുന്ന സൂര്യൻ തന്നെ. ഞാൻ അവളോട് പറഞ്ഞു, കിളിയെ, എൻ്റെ ദൈവം സൂര്യനാണ്. ദൈവത്തെ വിശ്വസിക്കണമെങ്കിൽ എൻ്റെ ദൈവം സൂര്യനാണ്, അത്രയേ ഉള്ളൂ. ഉടനെ അവളുടെ അടുത്ത കാര്യം, ഈ മനുഷ്യന്മാരുണ്ടല്ലോ, ഒരു 10,000 ദൈവങ്ങളുടെ പേര് പറഞ്ഞ് നീ നിന്റെ സൂര്യന്റെ കഥ ഈ മനുഷ്യന്മാരോടൊക്കെ ചെന്ന് പാടി പറഞ്ഞു കൊടുക്കേ, അവര് നേരെ ആയാലോ. കിളി എന്നെ കളിയാക്കി ഉത്തരം പറഞ്ഞ് സൂര്യനെ കുറിച്ച് കഥ പറയുന്നു. സൂര്യനെ കുറിച്ച് കഥ എന്റെ കിളി പറന്നു നടന്ന് കുറേ തേടി എനിക്ക് കൊണ്ടുവന്നു. അങ്ങനെയാ ഞാൻ ഇവിടെ എത്തിയേ. സൂര്യനെ കുറിച്ച് പറയുമ്പോ ഭൂമിയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ ഭൂമിയിൽ തുടങ്ങിയത്. നമുക്കിനി സൂര്യനിലേക്ക് ചെല്ലാം. അങ്ങനെ ഏകദേശം ഒരു 460 കോടി വർഷങ്ങൾക്ക് മുമ്പ്, ഇല്ല അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. നിങ്ങളെല്ലാം കഥ പറയുന്നവരും കഥ കേൾക്കുന്നവരും ഒക്കെ ആണല്ലോ, അല്ലേ? മുത്തശ്ശിമാരും അച്ഛന്മാരും അമ്മമാരും കഥ പറയുന്നവരാണ്. ഈ കഥ പറയുമ്പോ എന്ത് പറയണം? ആദ്യം എന്ന് പറഞ്ഞു കഥ തുടങ്ങുമ്പോൾ എന്ത് പണ്ട്, എത്ര പണ്ട്, എത്ര പണ്ട്? 3 പണ്ട്. പണ്ട് പണ്ട് പണ്ട്, ആഹാ, ആ ഒഴുക്ക് അങ്ങ് വരണം. പണ്ട് 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 കാട്ടിൽ ഒരു ആരോ ഉണ്ടായിരുന്നു. പണ്ട് 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 ഇന്ന ദേശത്ത് ആരോ ഉണ്ടായിരുന്നു, അല്ലേ? 3 പണ്ട് പറഞ്ഞിട്ടാണ് കഥകളെല്ലാം തുടങ്ങുന്നത്. അപ്പൊ ഞാൻ സൂര്യനെ പറ്റി പറയാൻ പോവാണേ, എണ്ണിക്കോണേ. പണ്ട് 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 കുറച്ചും കൂടെ പണ്ട്, അതിലും പണ്ട് 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 പണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും പണ്ട്, ഒരു 460 കോടി വർഷങ്ങൾക്ക് മുൻപ് ഒരു മഹാ പൊട്ടിത്തെറി ഉണ്ടായി. ആ പൊട്ടിത്തെറിയിൽ ഒരു അതിഭീകര മേഘം രൂപപ്പെട്ടു. പൊട്ടിത്തെറിയുടെ അവസാനം അതിഭീകരമായ, ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര വലിപ്പത്തിൽ ഭീകരമൊരു മേഘം. ഈ മേഘത്തിൽ ധാരാളം ചൂടുണ്ട്. ചുട്ടുപഴുത്ത മേഘം ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടേയിരുന്നു. അതും കോടി 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 വർഷങ്ങൾ. അങ്ങനെ തിരിഞ്ഞ മേഘത്തിന്റെ നടുക്കിലായി കുറേ കോടി വർഷങ്ങൾക്ക് ശേഷം ചുട്ടുപഴുത്തൊരു ഗോളം രൂപപ്പെട്ടു. ആ ഗോളത്തിന് ചുറ്റും കുറേ വലയങ്ങൾ രൂപപ്പെട്ടു. ആ വലയങ്ങൾ അങ്ങനെ കോടി 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 വർഷങ്ങൾ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടേയിരുന്നു. ആ വലയങ്ങൾക്ക് പതുക്കെ പതുക്കെ ഓരോ രൂപം കൈകണ്ടു. നടുക്കിലെ തിളങ്ങുന്ന ഗോളത്തിന് ചുറ്റും ചെറിയ 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 ഗോളങ്ങൾ രൂപപ്പെട്ടു. ആ നടുക്കിലെ ഗോളമാണ് നമ്മുടെ കഥാനായകനായ സൂര്യൻ. സൂര്യന് ചുറ്റും മക്കളായ 8 ഗ്രഹങ്ങൾ. 8 ഗ്രഹങ്ങൾക്ക് ചുറ്റും ഒരുപാട് ഉപഗ്രഹങ്ങൾ.
പിന്നെ കുറച്ച് അറുപുറ ചിഹ്നഗ്രഹങ്ങൾ, പൊട്ടും പൊടിയും പടലവും എല്ലാം കൂടെ ഇതെല്ലാം കൂടിച്ചേർന്ന ഒരു ഭാഗം. ഇതാണ് നമ്മുടെ സൗരയൂഥം. സൗരയൂഥം എന്നാൽ സൂര്യൻ ഗൃഹനാഥനായിരിക്കുന്ന കുടുംബത്തിന്റെ പേരാണ്. ഈ സൗരയൂഥം എന്ന് പറയുന്നതേ നമ്മൾ പറഞ്ഞ മഹാപ്രപഞ്ചത്തിന്റെ ഒരു മുക്കിലൊരു പൊട്ടായിട്ട് വരും. ഈ സൗരയൂഥം ഇരിക്കുന്നതോ ക്ഷീരപഥം എന്ന് വിളിക്കുന്ന ഒരു മഹാഗാലക്സിയുടെ ഒരു മുക്കിൽ. 10,000 കോടി നക്ഷത്രങ്ങളിൽ ഒരു സാധാരണ നക്ഷത്രമായി സൂര്യൻ. ആ സൂര്യനാ നമ്മുടെ ഭൂമിയുടെ ഏകദേശം ഒരു 10-13 ലക്ഷം ഇരട്ടി വലിപ്പത്തിൽ ഇങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കുന്നേ. അപ്പൊ പ്രപഞ്ചത്തിൽ ഭൂമി എത്രയുണ്ടെന്ന് ആലോചിച്ചാൽ അറിയാമല്ലോ. ആ ഭൂമിയിലെ ഒരു 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 കാഭാഗം മാത്രം വരുന്ന കരയിൽ ഒരുപാട് ജീവികൾക്കിടയിൽ താമസിക്കാൻ പറ്റുന്ന ഇതിൽ പോന്നൊരു സ്ഥലത്ത് 100 കോടി മനുഷ്യർക്കിടയിൽ ഒരു മനുഷ്യനായിരുന്ന ഞാനിങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തൊരു സുഖമല്ലേ. ഇങ്ങനെ ഓരോരുത്തരും ചിന്തിച്ചാൽ എന്ത് രസമാണ് നമ്മുടെ ഭൂമി. അങ്ങനെ നമ്മുടെ സൂര്യൻ ഇങ്ങനെ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ ഇപ്പൊ ഏകദേശം അതിൻ്റെ ഒരു യൗവന കാലഘട്ടം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ജനിച്ചതെല്ലാം മരിക്കും, വിരിഞ്ഞതെല്ലാം കൊഴിയും, മുളച്ചതെല്ലാം വാടും. അതുകൊണ്ട് ജനിച്ച സൂര്യൻ മരണം ഉറപ്പ. നമ്മുടെ ഭൂമിയും ഒരു നാൾ ഇല്ലാതാക്കും. ഇതെല്ലാം എല്ലാ കാലവും ഇങ്ങനെ ഉണ്ടാകുമെന്നൊന്നും കരുതി നമുക്ക് അഹങ്കരിക്കാനൊന്നും പറ്റില്ല കേട്ടോ. സൂര്യനും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം അവസാനം ഇല്ലാതാക്കും. എങ്കിലും ഒരു മനുഷ്യന്റെ ശരാശരി ആയുസ് വെച്ച് നോക്കുമ്പോ ഇതെല്ലാം ഇവിടെ തന്നെ കാണും. കാലാകാലങ്ങളായി തുടരുന്ന ഈ പ്രപഞ്ചം, ഈ സൗരയൂഥം, അതിലെ സൂര്യൻ, സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങൾ, ഗ്രഹങ്ങളുടെ ഉപഗ്രഹങ്ങൾ എല്ലാം ഇവിടെ തന്നെ കാണും കുറെ കാലങ്ങളോളം. അങ്ങനെ ഈ സൂര്യൻ വല്ലാത്തൊരു അത്ഭുതമാണ്. കാരണം നമുക്ക് തോന്നും സൂര്യൻ ഒരു പാറക്കല്ല് പോലെയോ ഒരു ബലമുള്ള എന്തോ ഒരു രൂപമാണെന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല. വാതകങ്ങൾ കുത്തി നിറഞ്ഞ ഒരു മഹാഗോളമാണ് സൂര്യൻ. ഹൈഡ്രജനും ഹീലിയവും നിരന്തരം ഇങ്ങനെ മാറ്റത്തിലൂടെ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യൻ. ഈ സൂര്യനകത്തേക്ക് നമുക്ക് ഒരു 13 ലക്ഷത്തോളം ഭൂമിയെ കയറ്റി വെക്കാം. അത്രയും വലിപ്പമുണ്ട് സൂര്യൻ. അതാണ് നമ്മുടെ സൂര്യൻ. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ. സൂര്യന്റെ വെളിച്ചം, സൂര്യന്റെ ചൂട് നമ്മളെല്ലാം എന്നും കാണുന്നതാണ്. ഒരു ദിവസം പോലും സൂര്യൻ വന്നില്ലെങ്കിൽ അയ്യോ ആകെ വേവലാതിയായി, ഇന്ന് വെയിലില്ലല്ലോ, മൊത്തത്തിൽ എന്തോ പ്രശ്നമുണ്ട്. നമ്മളെല്ലാവരും വല്ലാതെ അങ്ങ് സങ്കടപ്പെട്ടു പോകും. ഒരു ചോദ്യം ചോദിക്കട്ടെ. സൂര്യനെ ഉപയോഗപ്പെടുത്താത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അതിനെ കൊള്ളാനുണ്ട് പറഞ്ഞാട്ടെ. സൂര്യനെ ജനിച്ചിട്ട് ഇന്നേ വരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല, എനിക്ക് സൂര്യന്റെ ആവശ്യമൊന്നുമില്ല ഉണ്ടെങ്കിൽ പറയാൻ കേട്ടോ. തൊഴാനാ ആരുമില്ല. നമ്മളെല്ലാം ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെയും സൂര്യനെ ഇങ്ങനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. ഇതൊക്കെ സൂര്യൻ പൈസ വാങ്ങിയാലേ മുടിഞ്ഞു. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ യാതൊരു തരത്തിലും പ്രതിഫലേച്ഛയില്ലാതെ ഇങ്ങനെ സേവനം ചെയ്തുകൊണ്ടേയിരിക്കുന്ന, സ്നേഹം വാരി വിതറിക്കൊണ്ടേയിരിക്കുന്ന, എല്ലാവർക്കും വഴികാട്ടുന്ന നമ്മുടെ സ്വന്തം ദൈവമായ സൂര്യൻ. ദൈവം എന്ന് വിളിക്കണമെന്ന് വന്നില്ല കേട്ടോ. സൂര്യൻ നമ്മുടെ സ്വന്തം നക്ഷത്ര ഗോളം. അടുത്ത ചോദ്യം ഞാൻ ചോദിക്കട്ടെ. സൂര്യനെ ഏതെല്ലാം തരത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഒന്ന് പറഞ്ഞാട്ടെ, കേൾക്കട്ടെ. ഭൂകമ്പം ഉണ്ടാക്കിയ ആളുകളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, കേൾക്കട്ടെ. നമ്മൾ എങ്ങനെയൊക്കെയാ ഈ സൂര്യനെ ഉപയോഗപ്പെടുത്തുന്നത്? ആദ്യം തന്നെ കൊണ്ടാട്ടം ഉണക്കാനാണ് സൂര്യൻ ഉപയോഗിക്കുന്നത്. വളരെ കൃത്യമാണ്. സൂര്യൻ ഇല്ലെങ്കിൽ കൊണ്ടാട്ടം എന്നൊരു വസ്തു ലോകത്തേ ഉണ്ടാവില്ല. സത്യമാണോ? സൂര്യനുള്ളത് കൊണ്ടുണ്ടായ ഒരു ആഹാര പദാർത്ഥമാണ് കൊണ്ടാട്ടം. പിന്നെ വെളിച്ചത്തിന് തീർച്ചയായും സോളാർ അത്യന്താധുനികൻ. സോളാർ എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് കേട്ടോ.
സോളാർ എന്ന് പറയുന്നത് ആധുനിക മനുഷ്യന്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു മഹാ അത്ഭുതമാണ്. ഇങ്ങനെ പരന്നൊഴുകി കിടക്കുന്ന ആദിയും അന്തവുമില്ലാതെ പരക്കുന്ന ഈ സൂര്യപ്രകാശത്തെ പിടിച്ചു വലിച്ച ഒരു കട്ടയ്ക്കുള്ളിലാക്കി അത് ശേഖരിച്ചു വെച്ച് ദൈനംദിന കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മനുഷ്യൻ മനുഷ്യൻ സൂര്യനെ വിറ്റ് കാശുണ്ടാക്കിയവനാണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് അഭിമാനിക്കാൻ കേട്ടോ. പിന്നെ എന്തൊക്കെയാ? കൊണ്ടാട്ടം, തുണി ഉണക്കൽ. അയ്യോ, സൂര്യനില്ലാത്ത ദിവസങ്ങൾ മഴക്കാലമാകുമ്പോൾ തുണി അലക്കുന്നവരുടെ മുഖത്തൊരു വൈക്ലഭ്യം വരും. കാരണം അലക്കിയ തുണികൾ ഉണങ്ങില്ല, തുണിയിൽ നിന്നും ഗന്ധമുണ്ടാകും. തീർച്ചയായും സൂര്യനില്ലെങ്കിൽ തുണി ഉണങ്ങില്ല. ഈ വസ്ത്രം ഉണങ്ങിയില്ലെങ്കിൽ അത്രയും പ്രശ്നം. പിന്നെ സൂര്യനെ കൊണ്ടുള്ള മറ്റുപയോഗങ്ങൾ വിറ്റാമിൻ ഡി. ശാസ്ത്രകാരൻ വിറ്റാമിൻ ഡി തീർച്ചയായും ശരീരത്തിന് ആവശ്യമായ വിറ്റാമിൻ ഡി മനുഷ്യർക്ക് മാത്രമാണോ? എല്ലാ ജീവജാലങ്ങൾക്കും സൂര്യനെ കൊണ്ട് ആവശ്യമാണ്. പിന്നെയോ സസ്യജാലങ്ങൾക്ക് സൂര്യനെ കൊണ്ട് തീർച്ചയായും ആവശ്യം. സസ്യങ്ങൾക്ക് സൂര്യൻ എങ്ങനെയാ ആവശ്യം വരുന്നേ? പറഞ്ഞാട്ടെ, എങ്ങനെയാ? സസ്യങ്ങൾക്ക് എങ്ങനെയാ സൂര്യനെ ആവശ്യം? പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ്. സൂര്യപ്രകാശം സസ്യങ്ങളുടെ പച്ചിലയിലേക്ക് ചെന്ന് അവിടെ ആഹാരം പാകം ചെയ്യുന്നു, ഇലകൾ വളരുന്നു, അതിലൂടെ ചെടികൾ വളരുന്നു. ആ ചെടികളെ സസ്യബുക്കുകൾ ആഹാരമാക്കുന്നു, സസ്യബുക്കുകളെ മാംസബുക്കുകൾ ആഹാരമാക്കുന്നു, അവയെ അടുത്ത ബുക്കുകൾ ആഹാരമാക്കുന്നു. അങ്ങനെ അങ്ങനെ നമ്മുടെ ഭക്ഷ്യശൃംഖല തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സ്കൂളിൽ പോയതിന്റെ ഗുണം എല്ലാവർക്കും ഉണ്ട്. പിന്നെയോ സൂര്യനെ കൊണ്ടുള്ള ഉപയോഗങ്ങൾ പ്രകീർണനം. കനമുള്ള വാക്കുകൾ വന്നു തുടങ്ങി, ഞാൻ സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ പറഞ്ഞാട്ടെ, ഛായാഗ്രഹണം. തീർച്ചയായും പുറത്തിറങ്ങി ഛായാഗ്രഹണം നടത്തണമെങ്കിൽ സൂര്യപ്രകാശം ആവശ്യമായി വരും. ഇല്ലെങ്കിൽ പറയും ഇന്ന് പറ്റില്ല, നാളെയാണ്. തീർച്ചയായും മുതലാളിയുടെ കാശ് കയ്യിൽ നിന്ന് പോകും. പിന്നെന്തൊക്കെ? മഴ. കാത്തിരുന്ന ഉത്തരം ഇപ്പോഴാണ് വന്നത്. സൂര്യനുള്ളത് കൊണ്ടാണ് നമുക്ക് മഴ ലഭിക്കുന്നത് എന്ന് വെച്ച് സൂര്യന്റെ സാന്നിധ്യമുള്ള എല്ലായിടത്തും മഴ ലഭിക്കുന്നില്ല കേട്ടോ. അതൊരു ദുരന്തമാണ്. മഴ ലഭിക്കുന്നു, നമ്മൾക്ക് എല്ലാവർക്കും സന്തോഷിക്കാം. സൂര്യന്റെ ചൂടേറ്റ് ജലാശയങ്ങളിലെ വെള്ളം നീരാവിയായി പൊന്തുന്നു. ആ നീരാവി തണുത്ത് മേഘമാകുന്നു. ആ മേഘം വീണ്ടും തണുത്ത് മഴയായി പെയ്യുന്നു. വീണ്ടും സ്കൂളിൽ പോയതിന്റെ ഗുണം. അങ്ങനെയാണ് സൂര്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപയോഗം. സൂര്യൻ നമ്മളെ വെള്ളമെല്ലാം മേലോട്ട് വലിച്ച് വീണ്ടും വെള്ളം താഴേക്ക് തരുന്നു. മഴയുണ്ടാകുന്നു, സസ്യങ്ങൾ വളരുന്നു, സസ്യങ്ങളെ കഴിച്ച് അടുത്ത ജീവികൾ വളരുന്നു, ആ ജീവികൾ കഴിക്കുന്നു. ഇങ്ങനെ ഈ ഭൂമിയിൽ ജീവജാലങ്ങൾ സസുഖം വാഴുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് പരസ്പരം തിന്ന് വേട്ടയാടി പുതിയ ജീവികളെ ഉൽപ്പാദിപ്പിച്ച് തലമുറകളായി നമ്മളിങ്ങനെ വളർന്നു പോകുന്നു. സൂര്യൻ ചില്ലറക്കാരനാണോ? നാളെ മുതൽ പുറത്തിറങ്ങുമ്പോൾ ഇത് നോക്കി സലാം പറഞ്ഞാൽ നല്ലതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഓർമ്മ ഉണ്ട്, ആരൊക്കെ സൂര്യനെ നേരിട്ട് കണ്ടിട്ടുണ്ട്? സൂര്യനെ ആരെല്ലാം നേരിട്ട് കണ്ടിട്ടുണ്ട്? ലളിതമായ ചോദ്യം. എല്ലാവരും കണ്ടിട്ടുണ്ടോ? തീർച്ചയായും. സൂര്യനെ നേരിട്ട് കണ്ടിട്ടുള്ള ആള് എന്തായിരുന്നു അനുഭവം? നല്ല സുഖമായിരുന്നു. ഭയങ്കര സുഖമായിരുന്നു. ഒന്നും കാണില്ല. പിന്നെ താങ്കളുടെ കഴിവ് വിമാനമായിരിക്കും. സൂര്യനെ നേരിട്ട് കണ്ടിരിക്കുന്നു. എന്നെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണ്. സൂര്യനെ കുറിച്ച് എന്നും കഥ പറഞ്ഞ് നടക്കുന്ന പ്രപഞ്ചൻ ഇന്ന് വരെ സൂര്യനെ നേരിട്ട് നോക്കാൻ പറ്റിയിട്ടില്ല. സൂര്യനെ നേരിട്ട് കാണാൻ സാധിച്ച സുഹൃത്തേ നമസ്കാരം. അപ്പോൾ കാരണം സൂര്യൻ ഇത്രയും ദൂരെ നിന്നും കോടിക്കണക്കിന് കോടാനുകോടിക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരെ നിന്നും ഇത്രയും ചൂട് നമുക്ക് തരുന്നുണ്ടെങ്കിൽ സൂര്യമണ്ഡലത്തിലെ അവസ്ഥ എന്തായിരിക്കും? ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? വെള്ളം തിളക്കേണ്ട താപനില എത്രയാ? 100 ഡിഗ്രി സെൽഷ്യസ്. വേറെ ഏതെങ്കിലും താപനിലയെ കുറിച്ച് അറിയാമോ? സാധാരണ നമ്മുടെ ഇപ്പോ ഈ മാസങ്ങളിലൊക്കെ വേനൽക്കാലത്തൊക്കെ നമ്മുടെ ചുറ്റുമുള്ള താപനില എത്രയാണ്?
40 ഡിഗ്രി, കൂടിപ്പോയാൽ 45 ഡിഗ്രി. ഈ ഡിഗ്രി സെൽഷ്യസിലൊന്നും പറയാൻ പറ്റാതെ കെൽവിനിലും പിന്നെ കുറെ പൂജ്യങ്ങൾ ഇട്ട് പേര് അവസാനിക്കുന്ന അത്രയും പൂജ്യങ്ങൾ ഇട്ട് വേണം സൂര്യനിലെ താപനില പറയാൻ. അതാണ് സൂര്യൻ. ആ സൂര്യന്റെ താപനില 45 ഡിഗ്രി ആയി ഇവിടെ എത്തണമെങ്കിൽ എത്ര ദൂരെ ആയിരിക്കും സൂര്യൻ ഉണ്ടാവുക? അത് നമുക്ക് ഊഹിച്ചാൽ അറിയാം. സൂര്യനിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 10-13 ലക്ഷം ഭൂമികളെ ഇങ്ങനെ അടുക്കിപ്പറക്കി ചേർത്ത് വെക്കാം. അത്രയും വലുതാ സൂര്യൻ. അടുത്ത കാലത്ത് നമ്മളെല്ലാം കേട്ടൊരു വാക്ക് ഞാൻ ഓർമ്മിപ്പിച്ച് കൊള്ളട്ടെ. എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു വാക്കാണ്. ആ വാക്കിനോട് ഭയങ്കര സ്നേഹമാണ്, ഇഷ്ടമാണ്. നമ്മളെ എല്ലാവരെയും വിശ്രമിക്കാൻ പഠിപ്പിച്ച വാക്കാണ് കൊറോണ. തീർച്ചയായും അല്ലേ? ഈ കൊറോണ അങ്ങ് സൂര്യനിലും ഉണ്ട്. അറിയാമോ? സൂര്യനിൽ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ മുകളിലേക്ക് ഉയർന്ന് താഴേക്ക് വരുന്ന ചില പൊന്തലുകളും താഴലുകളും ഉണ്ടാവും. ഇതിനെ കൊറോണ വളയങ്ങൾ എന്നാണ് പറയുന്നത്. ഇതിങ്ങനെ കിലോമീറ്റർ കണക്കിന് പോകുന്നു, തിരിച്ച് താഴേക്ക് ഇറങ്ങി വരുന്നു. അതിൽ നിന്നും ചില പൊട്ടും പൊടിയും ഒക്കെ തെറിച്ച് നമ്മുടെ ഭൂമിയുടെ പരിസരത്തേക്കൊക്കെ ഇങ്ങനെ വരും. ചില സമയങ്ങളിൽ നമ്മൾ ഇങ്ങനെ ചുട്ടുപഴുത്ത് വീഴുന്നതിന്റെ കാരണം മറ്റൊന്നും. സൂര്യചക്രം 11 വർഷം കൂടുമ്പോഴാണ് സംഭവിക്കുന്നത്. ഓരോ 11 വർഷം കഴിയുമ്പോഴും സൂര്യൻ അതിന്റെ ഏറ്റവും താപനിലയിലേക്ക് പ്രവേശിക്കും. പിന്നെ പതുക്കെ 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 കുറഞ്ഞ് വീണ്ടും സഹിക്കാവുന്ന താപനിലയിലേക്ക് എത്തും. വീണ്ടും അടുത്ത 11 വർഷമാകുമ്പോഴേക്കും ഇതിങ്ങനെ ഉയരും. സൂര്യന്റെ ഒരു പ്രവർത്തനം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത്തരത്തിലാണ് സംഭവിക്കുന്നത്. മറ്റെന്തെല്ലാം അറിയാം നിങ്ങൾക്ക് സൂര്യനെ കുറിച്ച്? സൂര്യഗ്രഹണം എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് സൂര്യഗ്രഹണം? ഒന്ന് പറഞ്ഞു പറയൂ. എന്താണ് സൂര്യഗ്രഹണം? സൂര്യഗ്രഹണം എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ട്. എന്താണ് സൂര്യഗ്രഹണം? എന്താണ് സൂര്യഗ്രഹണം? സ്കൂളിൽ പോയവരെല്ലാം പറഞ്ഞാട്ടെ. സൂര്യഗ്രഹണം എന്നാൽ എന്താണ്? ഭൂമി സൂര്യനെ മറക്കണം. ഭൂമി ചന്ദ്രന്റെ നേരിലേക്ക് വരുന്നത് സൂര്യനെ മറക്കുന്നു, പ്രകാശത്തിനെ മറക്കുന്നു. ഭൂമിയാണോ പ്രകാശത്തെ മറക്കുന്നത്? ചന്ദ്രൻ എവിടെയായിരിക്കും? ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുമ്പോൾ ഭൂമിയിൽ നിന്ന് സൂര്യനെ നേരിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. അതാണ് സൂര്യഗ്രഹണം. ചന്ദ്രഗ്രഹണമോ? നേരെ തിരിച്ച്, അതായത് ചന്ദ്രനും ഭൂമിക്കും ഇടയിൽ സൂര്യൻ വരുന്നു. ആണോ? അങ്ങനെയാണോ? എന്തായിരിക്കും ഒന്ന് പറഞ്ഞാട്ടെ. ഭൂമിയുടെയും സൂര്യന്റെയും ഇടയിൽ ആണ് സൂര്യഗ്രഹണം. ആകെ ആശയക്കുഴപ്പത്തിലായല്ലോ. ചന്ദ്രനും സൂര്യനും ഇടയിൽ ഭൂമി വരുന്ന ഒരു സമയത്ത് സൂര്യന്റെ നിഴലടിച്ചത് കൊണ്ട് ചന്ദ്രനെ നേരിട്ട് കാണാൻ പറ്റാത്തൊരവസ്ഥ വരും. അതാണ് ചന്ദ്രഗ്രഹണം. പഴയ കാലത്ത് നമ്മുടെ ബുദ്ധിമാന്മാരായ ആളുകൾ ചാണകവെള്ളം കലക്കി അതിലേക്ക് നോക്കി ഈ കാഴ്ചയെല്ലാം കണ്ട് നിർവൃതി അടയുമായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ സൂര്യന്റെയും ചന്ദ്രന്റെയും ഭൂമിയുടെയും ഒക്കെ പൊതുവായ കഥകൾ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സൂര്യന്റെ പ്രകാശം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. സൂര്യന്റെ ചൂട് എല്ലാവരും ആസ്വദിച്ച് കൊണ്ടിട്ടുമുണ്ട്. ആണല്ലോ. സൂര്യന്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ? ചെറുതായെങ്കിലും എപ്പോഴെങ്കിലും വെയിലടിച്ച് തലകറങ്ങുമ്പോൾ ഉള്ളിൽ നിന്നൊരു ശബ്ദമല്ല പറഞ്ഞത്. സൂര്യനിൽ നിന്നും വരുന്ന ശബ്ദം കേട്ടിട്ടുണ്ടോ? എങ്കിൽ നമുക്ക് സൂര്യമണ്ഡലം വരെ ഒന്ന് പോയാലോ? പോകാം. ശബ്ദം കേൾക്കാം. സൂര്യനെ ഒന്ന് കണ്ടാലോ? പോകാം.
എല്ലാവർക്കും നമസ്കാരം. ചൂടൊക്കെ ആവശ്യത്തിനുണ്ടെന്ന് കരുതുന്നു. ഞാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എൻ്റെ മക്കളൊക്കെ ആയി സുഖമായിട്ട് ഇവിടെ ഇങ്ങനെ കഴിഞ്ഞു കൂടാണ്. മക്കൾ ചിലവരൊക്കെ അടുത്ത് താമസിക്കുന്നുണ്ട്, ചിലവരൊക്കെ ഭയങ്കര ദൂരെയാണ് താമസിക്കുന്നത്. അപ്പം ഞാനുമായിട്ട് ഒരു എന്താ പറയുക, ഒരു സുരക്ഷിത അകലം പാലിക്കുന്ന ആളാണ് നിങ്ങളുടെയൊക്കെ ഭക്ഷണമായിട്ടുള്ള ഭൂമി, എൻ്റെ മോൻ. എൻ്റെ പേരക്കുട്ടികൾക്ക് എല്ലാവർക്കും നമസ്കാരം. കണ്ടാൽ വലിയ സന്തോഷമുണ്ട്. നമ്മളെന്നും കാണാറുള്ളവരാണ്. ഞാൻ നിങ്ങളെയും നിങ്ങൾ എന്നെയും കാണാനുള്ളതാണ്. എന്നാലും നേരിട്ട് ഇങ്ങനെ കാണുമ്പോൾ ചില കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് എൻ്റെ കുടുംബത്തിൽ ഇത്രയും ബുദ്ധിയുള്ള വിഭാഗം വേറെ ആരുമില്ല. എന്താ കാര്യം എന്നറിയോ? എൻ്റെ പരിധി എന്ന് പറയുന്നത് എൻ്റെ ഈ കുടുംബത്തിൻ്റെ അറ്റം വരെയാണ്. എൻ്റെ ഏറ്റവും ദൂരെ താമസിക്കുന്ന എൻ്റെ കുട്ടിയുണ്ട്, നെപ്റ്റ്യൂൺ. അവനാണ് എൻ്റെ കുറച്ച് അകലെ താമസിക്കുന്ന ആള്. അവൻ്റെ അവിടെ വരെയൊക്കെ ഏകദേശം നോട്ടം ഇങ്ങനെ എത്തിയാലായി ഉള്ളൂ. ഞാൻ മനുഷ്യന്മാര് നിങ്ങളെ എന്താ ബുദ്ധിന്നറിയോ? എനിക്ക് നോട്ടം കിട്ടാട്ടിരിക്കലൊക്കെ പോയിട്ട് അറിവുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മുത്തശ്ശനെ പോലെ സൂര്യനെ പോലെ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? അവിടെ എന്താ അവസ്ഥ? ഈ ഭൂമിയിലല്ലാണ്ട് വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാൻ പറ്റുമോ? അവിടെ വെള്ളമുണ്ടോ? കുട്ടികളെ ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണത്. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ വെളിച്ചവും ചൂടൊക്കെ ഉപയോഗിക്കണമെന്ന് കേൾക്കുമ്പോൾ അതിലുണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. അതാണ് എനിക്ക് മനുഷ്യന്മാരെ കുറിച്ച് ഓർക്കുമ്പോഴൊരു അഭിമാനം. കുടുംബനാഥനായിരിക്കുമ്പോഴോ എൻ്റെ കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ചൂട് കൂടുന്നു, സൂര്യൻ വല്ലാത്തൊരു കളിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരാതി കേൾക്കാറുണ്ട് സ്ഥിരമായിട്ട്. എന്താ അങ്ങനെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ്. ആകത്തിന് ചൂടും ഒക്കെ കൊടുത്തതാണ് ഞാൻ എൻ്റെ കുട്ടിയെ അവിടെ നിർത്തിയിട്ടുള്ളത്. എന്താ അങ്ങനെ കൂടുന്നതെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ മനുഷ്യന്മാരുടെ ഇടയിലുള്ള ചിലവർ, പേരക്കുട്ടികളുടെ ഇടയിൽപ്പെട്ട ചിലവർ മാത്രം ചെയ്യണത് കുറെ കാര്യങ്ങളാണ്. ചൂട് കൂടണതിൻ്റെ കാരണം ഞാനല്ലാന്ന് വിചാരിച്ചോളൂ. വരണ ചൂടനെ അവിടെ ഇട്ട് ഇങ്ങനെ കൂട്ടിക്കൂട്ടി സ്വയം അനുഭവിക്കാൻ, ചൂട് കൂടുന്നു സൂര്യൻ്റെ കുട്ടാണെന്ന് പറയാം. ഞാനതിങ്ങനെ കേൾക്കാം. അവിടെ ഇങ്ങനെ കേട്ടിട്ട് ഏറ്റവും വെള്ളം തിരിയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ വിഷമിക്കുക. നിങ്ങളുടെ ഭൂമിക്കൊക്കെ ചുറ്റും കറങ്ങാൻ പറ്റും, സഞ്ചരിക്കാൻ പറ്റും. എന്നാൽ അവൻ്റെ അച്ഛനായിട്ടുള്ള എൻ്റെ കാര്യം എന്താണെന്നറിയോ? അനങ്ങാൻ പറ്റില്ല. നിന്ന് ഇങ്ങനെ കട്ടിക്കൊണ്ട് നിൽക്കാം. ഇടത്തോട്ടോ വലത്തോട്ടോ അനങ്ങാൻ പറ്റില്ല. നടുക്ക് ഇങ്ങനെ നിൽക്കാം. അങ്ങനെയാണല്ലോ ചില കാരണന്മാർക്ക് അങ്ങനെയാണ് ഒരു വിധി. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റില്ല. മക്കളിങ്ങനെ എല്ലായിടത്തും കറങ്ങി നടക്കും. എപ്പോഴും അച്ഛനെ ഇങ്ങനെ കാണണം. അവിടെ ഒരു പണിക്കും വേറെ പോകാനും പറ്റില്ല. പക്ഷെ എൻ്റെ ദൗത്യം എന്ന് പറയുന്നത് അങ്ങനെ സദാ സ്നേഹം കൊടുക്കാൻ. എൻ്റെ സ്നേഹം ചൂടായിട്ടും വെളിച്ചമായിട്ടും ഒക്കെയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗൃഹനാഥൻ എന്നുള്ള എനിക്ക് ചില കാര്യങ്ങൾ പറയാം. മറ്റൊന്നുമല്ല, കോടാനുകോടി വർഷങ്ങളായിട്ട് ഞാനിവിടെ ഇങ്ങനെ എൻ്റെ എല്ലാ മക്കൾക്കും ഒരുപോലെ സ്നേഹം കൊടുത്ത് അവരെ പരിപാലിച്ച് അവിടെ കുട്ടികൾ ഉണ്ടാവുന്നതും പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാവുന്നതൊക്കെ നമുക്ക് ജീവിക്കുകയാണ്. പക്ഷെ എൻ്റെ മറ്റു മക്കളെ കുറിച്ച് ചിലത് കേൾക്കുണ്ടായി. എൻ്റെ കുടുംബത്തിലെ എൻ്റെ പ്രിയപ്പെട്ട മക്കളിൽ ഒരു കുഞ്ഞ്, എനിക്ക് ഇത്ര പ്രിയം കൂടുതലുണ്ടെന്ന് കരുതിക്കോളൂ, നിങ്ങളുടെയൊക്കെ സ്വന്തം ഭൂമി എൻ്റെ കുഞ്ഞ് മറ്റ് കുഞ്ഞുങ്ങളെ പറ്റിയിട്ട് പരാതി പറഞ്ഞു. മറ്റു മക്കളെയൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും, കേട്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടും. കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാറില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് ഉറപ്പാണ്. ബുധനുണ്ട്, ശുക്രനുണ്ട്, പിന്നെ ചൊവ്വയുണ്ട്, വ്യാഴമുണ്ട്, ശനിയുണ്ട്, പിന്നെ ഇത്തിരി പരിഷ്കാരികളായിട്ട് 2 പേരുണ്ട്, യുറാനസും നെപ്റ്റ്യൂണും. അവർ കുറച്ച് മാറി ദൂരെയാണ് താമസിക്കണം, എൻ്റെ അടുത്തല്ല. അപ്പോൾ
ഇതില് 2-3 മക്കളെ പറ്റിയിട്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ കേൾക്കുക. എല്ലാ ദിവസവും ഇങ്ങനെ ഇരിക്കുമ്പോ ഓരോ ഭാഗത്തു നിന്നായിട്ട് ഇങ്ങനെ കേൾക്കുക. പരാതികളുള്ള മയാണ്. നോക്കുമ്പോ ഒക്കെ മനുഷ്യന്മാരാണ്. എന്റെ പേരക്കുട്ടികൾ ഇങ്ങനെ എന്തിനാ വലിയച്ഛന്മാരെയും ചെറിയച്ഛന്മാരെയും പറ്റി ഇങ്ങനെ കുറ്റം പറയണേന്ന് വിചാരിച്ച് ഇങ്ങനെ സങ്കടമായിട്ട് ഒരു രക്ഷയില്ല. ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചു. നോക്കുമ്പോ എന്താ അറിയോ, എന്റെ കുട്ടിയുടെ കല്യാണം മുടങ്ങി. ചൊവ്വാദോഷ ഒന്നും ശരിയാവണില്ല. ചൊവ്വാദോഷ. അടുത്തത് വേറൊരു സ്ഥലത്തുനിന്ന് ശനിയുടെ അപഹാര. ശനിയുടെ ദൃഷ്ടി ശരിയല്ല, നോട്ടം ശരിയല്ല. എന്റെ കുട്ടി വീട്ടിൽ തന്നെ നിൽക്കുക, എങ്ങോട്ടും പോണില്ല, ഒന്നും ശരിയാവണില്ല, ആകെ പ്രശ്നം. ഇതൊക്കെ കഴിഞ്ഞപ്പോ വേറൊരാള് സന്തോഷമായിട്ട് പറയാ, ശുക്രൻ തലയ്ക്കും മീതയാ, നേരെ മീതെ നിൽക്കണേ, ഞാൻ നല്ല സുഖത്തിലാ. ഇതൊക്കെ കേൾക്കുമ്പോ ഞാൻ എന്താ വിചാരിക്കണ്ടെന്ന് നിങ്ങൾ ഒന്ന് പറഞ്ഞു തരും. ഓരോ മക്കളെ പറ്റിയിട്ട് അപ്പുറത്തുള്ളവരല്ല, അപ്പുറത്തെ കുടുംബത്തിലുള്ളവരും പറഞ്ഞാൽ എന്തെങ്കിലും ആയിക്കോട്ടെ നിൽക്കാം. എൻ്റെ ഒരു കൂട്ടം പേരക്കുട്ടികള് വലിയച്ഛന്മാരും ചെറിയച്ഛന്മാരും പറ്റി ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സഹിക്കില്ല. ഗൃഹനാഥൻ അത് സഹിക്കില്ല. ഞാൻ ഉടനെ അവനെ വിളിച്ചു, കൂട്ടാ ചൊവ്വേ ഇവിടെ നോക്ക്, ചൊവ്വേ നിന്റെ നടപ്പ് നേരം ചൊവ്വേ അല്ലാന്ന് കേൾക്കണ്ട. കേൾക്കുന്നത് വേറെ എവിടുന്നും അല്ല, ഭൂമിയിലെത്തുന്ന. ഭൂമി പൊതുവെ അങ്ങനെയൊന്നും പറയാനുള്ള തരല്ലേ. പക്ഷെ ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. അവന്റെ മക്കൾ നിന്നെ പറ്റിയിട്ട് ഇങ്ങനെ, അയ്യോ അത് പറഞ്ഞിട്ടൊരു പ്രാക്കും. നീ ഇങ്ങനെ എല്ലാ കാലം എന്റെ ചുറ്റും ഇങ്ങനെ നടന്നു കാണുന്ന ആഗ്രഹമാണ് പറയാ. എന്താണ് എന്റെ പ്രശ്നം? നീ എന്തിനാ ഇങ്ങനെ ദോഷം വരുത്തുന്നേ? അങ്ങനെ അവന്റെ മറുപടി, അച്ഛാ ഞാൻ ആ ഭാഗത്തേക്കേ നോക്കാറില്ല. അവനാണ് അവിടുന്ന് ഓരോ കുന്തവും കുഴലും വെച്ചിട്ട് സദാ എന്നെ നോക്കിക്കൊണ്ടിരിക്കണത്. അവിടുന്ന് ഇവിടെ വന്ന് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഇവിടെ വെള്ളമുണ്ടോ, മുണ്ടുണ്ടോ, പൂവുണ്ടോ, കായുണ്ടോ? വെറുതെ പറയാ, ഞാൻ അങ്ങനെ തിരിഞ്ഞു നോക്കാറില്ല. അവൻ കൈമടത്തി. എനിക്ക് വിഷമായി, ഇത് എന്താപ്പത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. ഞാൻ അടുത്ത ആളെ വിളിച്ചു. ആരാ? ശനി. കുറച്ചും കൂടെ ദൂരെ അവൻ താമസിക്കണതേ. ഞാൻ അവനെ വിളിച്ചു, വെള്ളിക്കുട്ടാ. വെള്ളിക്കുട്ടൻ എന്റെ അടുത്തുള്ള കുട്ടനാണേ. വെള്ളിക്കുട്ടൻ എന്ന് പറയണത് എന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന കുട്ടനാ, ശുക്രൻ. ഞാൻ രണ്ടാമത് അവനെ വെച്ചേ, വെള്ളിക്കുട്ടാ. വെള്ളിക്കട്ടാന്നല്ല, വെള്ളിക്കുട്ടാ. പേര് വെള്ളിയെന്നും കൂടി ഉണ്ട് അവന്. ഞാൻ എന്റെ ശുക്രൻ കുട്ടനെ വിളിച്ചു. എന്താ നീ ഇങ്ങനെ ആൾക്കാരെ തലയ്ക്കും വീതം നിൽക്കണോന്ന് കേൾക്കണ്ടല്ലോ. അവൻ പൊതുവെ ചൂടനാണ്. എന്റെ അടുത്ത് താമസിക്കണോണ്ട് എന്റെ ഇത്തിരി സ്വഭാവം കിട്ടാണ്ടിരിക്കില്ല. ആളൊരു ചൂടനാ. അച്ഛനും മിണ്ടാണ്ടിരിക്കണ്ടോ? എനിക്ക് അടുക്കും വെള്ളം തിരിയാനുള്ള സമയമില്ല. തലയ്ക്ക് മുകളിലാണ്, പിന്നെ കാലിന്റെ ചോട്ടിലാ നിൽക്കുക. ഒന്നും മിണ്ടിയില്ല. ഇത്തിരി പോന്ന എന്റെ കുട്ടിയാ. അവന്റെ ശബ്ദം കേട്ടപ്പോ ഞാൻ മിണ്ടാണ്ടേ. അത് കഴിഞ്ഞ് ഞാൻ അടുത്ത ആളെ വിളിച്ചു. അപ്പൊ ഇത് രണ്ടും ഇങ്ങനെ ആയി. അങ്ങോട്ട് നോക്കിയപ്പോ അവൻ അവിടെ ഇങ്ങനെ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നൃത്തം ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ശനിയേ, പൊന്നുമോനെ ശനിയേ, ഇങ്ങോട്ട് നോക്കോ. അതെ, അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം കേൾക്കുന്നുണ്ട്. എന്റെ ഏട്ടനെ അനിയനെ കുറിച്ചൊക്കെ കേട്ടോ, ചോദിച്ചോ, മനസ്സിലായി. അതൊന്നും ശരിയല്ലാന്ന് മനസ്സിലായി. നിന്നെ കുറിച്ച് കേൾക്കണത് അതങ്ങനെയൊന്നും അല്ല. ശനിയുടെ ദൃഷ്ടി, നിന്റെ നോട്ടം കാരണം പെൺകുട്ടികളെ കല്യാണം ശരിയാവണില്ല എന്ന്. ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റണില്ല. ആരാ പറയണെന്നറിയോ? എന്റെ പേരക്കുട്ടികൾ തന്നെയാ. എനിക്ക് കുട്ടികളില്ല വെച്ചിട്ട്, എനിക്ക് കുട്ടികളുള്ള മോനുണ്ട് ഇവിടെ. അവന്റെ മക്കളായി പറയണത്. ചൊവ്വയ്ക്ക് ദോഷമുണ്ട്. ഞാൻ ചോദിച്ച അവനൊന്നും ഇല്ല എന്ന് പറഞ്ഞു. നിന്റെ ദൃഷ്ടി ശരിയല്ല എന്നും പറയുന്നുണ്ട്. എന്താ കാര്യം? എനിക്കത് അറിഞ്ഞേ പറ്റുള്ളൂ. പരാതികൾ ഇങ്ങനെ കേൾക്കാൻ വയ്യാത്തോണ്ടാണ്. ഉടനെ അവൻ പറയണ്ടാ അറിയോ, എന്റെ അച്ഛ ഈ ചുറ്റിനൊരു വളയട്ടെ, ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണ്ട് പിടിച്ചെടുത്താൻ പറഞ്ഞ പാട് എനിക്കറിയാം. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അവിടെ ദോഷം ഉണ്ടാക്കി, നോട്ടം ശരിയല്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വല്ലതും പറയും. ഇത് എത്രയും ദൂരം നടന്നു വന്നിട്ട് ഈ വളയം ഇങ്ങോട്ടും കൂടെ പോയാലുള്ള പ്രശ്നം അച്ഛൻ അറിയാത്തതുകൊണ്ടാ. അവനും കൈമാറി. എനിക്കൊരു കാര്യം മനസ്സിലായി. അവസാനരഹിതമായിട്ടുള്ള പരാതികളാണ് ഈ കേട്ടോണ്ടിരിക്കുന്നത്. എനിക്കതിൽ തീർപ്പാക്കാണ്ട് നിവൃത്തിയില്ല. എന്നും കാലത്ത് കാണുന്നു, വൈകുന്നേരം അവിടുന്ന് തിരിച്ചു പോരുന്നു.
എന്നാലും ഇതിങ്ങനെ കേൾക്കാൻ പറ്റില്ല. ഞാൻ ഉടനെ വിളിച്ചു, കൂട്ടാ ഭൂമി, മോനെ ഭൂമി, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. അവനാണെങ്കിൽ അവിടെ ഇങ്ങനെ മഴ പെയ്തിട്ടും കുലുങ്ങിയിട്ടും തിരമാലകൾ അടിച്ചിട്ടും ഒരു സൂര്യല്ലാണ്ടിരിക്കുക. അതിനിടയിൽ വേറെ ചില മക്കള് അവിടെ കൊണ്ടുവെത്തണോ, അവനെ കുത്തണോ, ഇടിക്കണോ എന്നും പറഞ്ഞ് അതിന്റെ പരാതി. എന്നാൽ അവൻ നോക്കി, ഭൂമി ഇങ്ങോട്ട് നോക്ക്, അച്ഛനെ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ കാര്യം കേൾക്കുന്നുണ്ട്, എന്താന്നുള്ളതിനൊരു തീരുമാനമാവണം. അതായത് നിന്റെ കുട്ടിയോട് ചില ആൾക്കാര് നിന്റെ സഹോദരങ്ങളെ പറ്റിയിട്ട് നിരന്തരം പരാതി പറയുന്നു. കുറച്ചായി ഞാൻ കേൾക്കണം, ഇപ്പം ആദ്യമായിട്ടൊന്നുമല്ല. അതിൻ്റെ ഒരു നിജസ്ഥിതി എനിക്ക് അറിയണം, അതിൻ്റെ തീരുമാനമാക്കണം. അതായത് ചൊവ്വയ്ക്ക് ദോഷമുണ്ട്, ശനിയുടെ നോട്ടം ശരിയല്ല, ശുക്രൻ തലയ്ക്ക് മുകളിലാണ് നിൽക്കുന്നത്. അത് നിന്റെ അടുത്ത് മാത്രം ഇങ്ങനെ കേൾക്കുമ്പോൾ സംഭവം ഇപ്പം എൻ്റെ കുടുംബത്തിലെ കുട്ടികളുടെ നിനക്ക് മാത്രമാണ് ഞാൻ സമ്മതിക്കണം. എന്നാലും അത് ശരിയല്ല. എന്താ എൻ്റെ ഒരു കാര്യം, നമുക്കൊന്ന് തീർപ്പാക്കിയാലേ പറ്റുള്ളൂ. അവിടെ അവൻ പറഞ്ഞു, പക്ഷേ എൻ്റെ കുറേ മക്കൾ വേറെ ഉണ്ട്. അവര് ശാസ്ത്രം പഠിച്ചും ഈ ലോകത്തിൽ വേറെ എന്തൊക്കെയുണ്ടെന്ന് കണ്ടെത്താനും അക്ഷരെ പോലെ വേറെ നക്ഷത്രങ്ങളും അവിടെ കുടുംബങ്ങളൊക്കെ ഉണ്ടോയെന്ന് അറിയാനും വേണ്ടിയിട്ട് തിരക്കിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കുറച്ച് കുട്ടികൾ, എനിക്ക് എല്ലാവരും ഒന്നും വേണ്ട പോലെ പഠിപ്പിക്കാനൊന്നും പറ്റിയിട്ടില്ല. കുറച്ച് പഠിപ്പൊക്കെ ഇച്ചിരി പ്രശ്നമുള്ള കുറച്ച് കുട്ടികളുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള കുട്ടികളുണ്ട്. അവർക്ക് അവരെ കുഴപ്പം കൊണ്ടല്ലത്, അവർക്ക് അതിനുള്ള അറിവും കാര്യങ്ങളൊക്കെ ആയി വരുമ്പോൾ അവർ ശരിയായിക്കോളും. ഇപ്പം അവരുടെ വിഷമം വരണാച്ച, അതാണ്ട് വേറെ ഒന്നും വിചാരിക്കണ്ട. എനിക്കും അത് മനസ്സിലായി, കൂടുതലൊന്നും പറയാനില്ല. അവൻ പറഞ്ഞ പോലെ സമയമാവുമ്പോൾ ഇതൊക്കെ മനസ്സിലാവുന്ന സമയത്ത് അവർക്ക് മനസ്സിലായിക്കോളും ഞങ്ങളുടെ വിചാരിച്ച് ഞാൻ സമാധാനിച്ചു. അപ്പം അങ്ങനെ ഇവിടെ ഇങ്ങനെ ചുട്ടുപഴുത്തും മഴ പെയ്യിച്ചും കാറ്റടിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തും ഞാനിങ്ങനെ സുഖമായിട്ട് ഇരിക്കുകയാണ്. നിങ്ങളുടെ ഭൂമിയിൽ കാലാവസ്ഥയുണ്ട്, ഞാനിവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ലെങ്കിലും അവൻ്റെ ബുദ്ധിപരമായ നീക്കത്തിലൂടെയാണ് നിങ്ങൾക്ക് ഈ കാലാവസ്ഥയൊക്കെ കിട്ടുന്നത്. അപ്പം നിങ്ങളെ ഭൂമിയോട് പ്രത്യേകം കടപ്പെട്ടിരിക്കണം, അവനെ നിങ്ങൾ പൊന്നുപോലെ നോക്കണം. എനിക്കതേ പറയാനുള്ളൂ. ഇവിടെ കുട്ടിയെ ഉപദ്രവിക്കരുത് ദയവുണ്ടായിട്ട്. അവൻ നല്ലൊരു കുട്ടിയാണ്. അപ്പോൾ അവനോടുള്ള സ്നേഹം, എൻ്റെ സ്നേഹം ഞാൻ നിങ്ങളോട് പറയാണ്. അവനുള്ള സ്നേഹം ഞാൻ നിങ്ങൾക്കും കൂടി തന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും നിൻ്റെ ചൂടായിട്ടും വെളിച്ചമായിട്ടും ഞാൻ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാം. എനിക്കിനി മുറുക്കാൻ കഴിഞ്ഞു, ഒന്നുകൂടെ മുറുക്കണം. സന്ധ്യ ആവറായി, ട്രംപ് കുറഞ്ഞാൽ പിന്നെ അതിന് ഞാൻ കേൾക്കേണ്ടി വരും. മുറുക്കാൻ പോട്ടെ. എല്ലാവർക്കും ഇനിയും കാണാം. സുഖമായിട്ടിരിക്കുക എൻ്റെ കുട്ടികളെ. 1380 കോടി വർഷങ്ങൾക്ക് മുമ്പ് കേവലം ഒരു ബിന്ദുവായിരുന്ന ഒരു സ്ഥലത്ത് നിന്നും മഹാവിസ്ഫോടനത്തിലൂടെ ഉയരെടുത്ത നമ്മുടെ പ്രപഞ്ചം, അനുനിമിഷം വളർന്നുകൊണ്ടിരിക്കുന്ന, വികസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിൽ കോടാനുകോടി ഗാലക്സി, ആ ഗാലക്സികളിൽ ഒന്നു മാത്രമായ ക്ഷീരപഥത്തിലെ
10 ലക്ഷം കോടിയോളം വരുന്ന നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രമായ സൂര്യൻ. ആ സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളിൽ കേവലം അണുമാത്രമായ വലിപ്പത്തിലുള്ള ഭൂമി എന്ന ഗ്രഹം. ആ ഭൂമിയിലെ കോടിക്കണക്കിന് ജീവജാലങ്ങളിലെ ഒന്നു മാത്രമായ ഇതുകാലികളായ നമ്മൾ മനുഷ്യർ. ഈ മനുഷ്യർക്ക് ഓരോ ദിവസവും ഉയിര് പകരുന്ന, ഊർജം പകരുന്ന ഈ സൂര്യനെ ദൈവമായി കാണാൻ ദൈവത്തിൽ വിശ്വസിക്കണോ വിശ്വസിക്കണ്ടയോ എന്നത് മറ്റൊരു കാര്യം. ആ ഒരു സൂര്യനെ നമുക്ക് നിയന്ത്രിക്കാനാകാത്ത ശക്തിയായി, നമ്മളെ നയിക്കുന്ന വെളിച്ചമായി ഈശ്വരസ്ഥാനത്ത് കാണാൻ ശാസ്ത്രബോധമുള്ള ഏതൊരു മനുഷ്യനും സാധിക്കണമെന്നാണ് ഈ പ്രപഞ്ചന് പറയാനുള്ളത്. പ്രപഞ്ചന്റെ കഥകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഞാൻ ഈ പ്രപഞ്ച പുസ്തകത്തിൽ കഥകൾ എഴുതി ചേർത്തുകൊണ്ടേയിരിക്കും. എൻ്റെ കിളി പറയുന്ന കഥകൾ ഞാനിങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. എൻ്റെ കിളി വരാൻ സമയമായി കേട്ടോ. ഞാനിനി അവളെ തേടി പോട്ടെ. അപ്പോ പ്രപഞ്ചന്റെ അടുത്ത കഥയ്ക്ക് നിങ്ങൾ എല്ലാവരും വരുമെന്ന് കരുതുന്നു. വരില്ലേ? പ്രപഞ്ചനെ ഇഷ്ടമായെന്നും കരുതുന്നു. ഇഷ്ടം കാണിക്കാൻ കഥ കേട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഞാനെന്റെ കിളിയെ തേടി പോവുക. കൃതി ആകൃതി വികൃതി നീയൻ പൈങ്കിളി പ്രകൃതി കഥ ചൊല്ലിടുക പ്രകൃതി നീ കഥ ചൊല്ലിടും പ്രകൃതി നീ കഥ ചൊല്ലിടും പ്രകൃതി. എന്റെ കിളിയേ പച്ചത്തത്തെ